ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഓക്കെ, നേരത്തെ സെയിം സാധനം തന്നെ. എക്സാമ്പിൾ, ഇത് ഇൻ ദി ബുക്സ് ഓഫ് ആരാ? AWH. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ DP ഏതാണ്? 4 ആണ്. അതിന് മുൻപേണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. സിമ്പിൾ സാധനം, ബേസിക്സ് ആണ്. അത് ചെയ്യാൻ ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. സാധാരണ ചെയ്യുന്നൊരു ട്രിക്ക് ഉണ്ട്, പക്ഷേ ട്രിക്കിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ലോജിക്കൊന്ന് മനസ്സിലാക്കി വെക്കണ്ടേ. ഓക്കെ, ഇൻ ദി ബുക്സ് ഓഫ് AWH എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്. ദെൻ ഇൻ ദി ബുക്സ് ഓഫ് ഏതാ? SBI. ഓക്കെ, ബാങ്ക്. അപ്പോൾ ഇവിടെ എന്തുണ്ടാക്കും? ക്യാഷ് ബുക്ക് ഉണ്ടാക്കും അല്ലേ? ഇവിടെ വരെ എന്തുണ്ടാക്കും? പാസ്ബുക്ക് ഉണ്ടാക്കും. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് കോളാണ്? ബാങ്ക് കോളാണ്. ഓക്കെ, ഓൾറെഡി ഉള്ള പൈസ ഇപ്പോൾ ബാലൻസ് എടുത്ത് എഴുതാണ്. വേറെ എക്സാമ്പിൾ ആക്കാം. ടു ബാലൻസ് ബ്രോഡോ. 60,000 രൂപ ഇപ്പോൾ ബാങ്കിൽ എന്തുണ്ട്? പൈസ ഉണ്ട് നിലവിൽ. ഇവിടെ എന്തെഴുതാം? നമുക്ക് AWHന് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ഇത് ബാങ്ക് അക്കൗണ്ട് ആണല്ലേ? ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് എന്താണ്? ഒരു അസറ്റ് ആണെങ്കിൽ SBIക്ക് അത് എന്താണ്? ലയബിലിറ്റി. സ്വാഭാവികമായിട്ടും ബൈ എന്തെഴുതും? ബാലൻസ് ബ്രോഡോ. ഇവിടെ വേണമെങ്കിൽ എഴുതാം AWH എന്ന് എഴുതാം അല്ലേ? ബ്രോഡൗൺ. ക്യാരിഡ് ഓൺ എന്തിനു ഡിനോട്ട് ചെയ്യുന്നതാ? ക്ലോസിങ്ങിന്. ബ്രോഡൗൺ ഓപ്പണിങ്ങിന് 60,000. ഇനി 2 ആണെങ്കിലും ബൈ ആണെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? ബ്രോഡൗൺ. ഓക്കെ, ഇനിയാണ് അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഒരു 70,000 രൂപ. എത്ര? 70,000. ഓക്കെ അല്ലേ? വിഡ്രോ ഫ്രം ബാങ്ക് റുപ്പീസ് 70,000. 70,000 രൂപ വിഡ്രോ ചെയ്തു. ഓക്കെ, എന്താ ജേണൽ എൻട്രി? ഇവിടുത്തെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 70,000 അല്ലേ? ബാങ്കിൻ്റെ അക്കൗണ്ട് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ഏത് കോളാണ്? ബാങ്ക് കോളം. അപ്പോൾ ഇതിൽ ബാങ്കിലുണ്ട്. പോസിറ്റീവ് എന്തെഴുതും? ബൈ ക്യാഷ് എത്രയാം? 70,000. ബാലൻസ് ചെയ്തു അല്ലേ? 70 ആണ് കൂടുതൽ വരിക. 10,000 എന്ത് പറഞ്ഞെഴുതണം? ടു ബാലൻസ് ക്യാരിഡ് ഓൺ. ഇത് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഇതുവരെ നമ്മൾ കണ്ടത് ഏത് ബാലൻസ് ആയിരുന്നു? ക്യാഷിന്. പക്ഷെ ഇത് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അതിൻ്റെ മീനിങ് എന്താ? 10,000 രൂപ AWH ആർക്ക് കൊടുക്കണം? SBIക്ക് കൊടുക്കണം. SBIയിലേക്ക് വരാം. SBIയുടെ എൻട്രി എന്തായിരിക്കും? AWH അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. എമൗണ്ട് എത്രയാണ്? 70,000. AWHൽ എന്തെഴുതും? ടു ക്യാഷ് 70,000 എഴുതും. ഓക്കെ അല്ലേ? ഇന്നലെ വരെ AWH ഒരു ലയബിലിറ്റി ആയിരുന്നു. ആർക്ക്? SBIക്ക്. ഇന്നതെന്തായി? അസറ്റായി. ബാലൻസ് ചെയ്താൽ 10,000 വരും അല്ലേ? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ. ഇത് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. ഏത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് അല്ലേ? യെസ്, ഡെബിറ്റ് ബാലൻസ്. ഓക്കെ അല്ലേ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഈസ് ആൻ അസറ്റ്, ലയബിലിറ്റി ആണ് ആർക്ക്? AWHന്. പക്ഷെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആർക്ക് അസറ്റാ? ബാങ്കിന് അസറ്റ്. ഓക്കെ അല്ലേ? ഇപ്പം ഈക്വൽ ആണല്ലേ? അല്ലേ? ഇനി ബാങ്ക് ചാർജ്, ഒരേ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരേ ഒരു എക്സാമ്പിൾ. ബാങ്ക് ചാർജ് എന്ത് ചെയ്തു? ആര്? ബാങ്ക് കുറയ്ക്കും അല്ലേ? അടുത്ത ട്രാൻസാക്ഷൻ വരികയാണ്. രണ്ടാമത്തെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ആര്? ബൈ ബാങ്ക് റുപ്പീസ് 1,000. 1000 രൂപ ബാങ്ക് ചാർജ് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ബാങ്കിൽ ജേണൽ എൻട്രി എഴുതും. എന്താ എൻട്രി എഴുതാം? ഈ പൈസ ആർക്ക് കൊടുത്ത പോലെയാണ്? AWHന് കൊടുത്ത പോലല്ലേ? അല്ലേ? പക്ഷെ പൈസ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ എൻട്രി? അടിപൊളി സാധനമാണ്.
AWH അക്കൗണ്ട് ഡെപ്റ്ററാണ് അല്ലേ? ക്ലിയർ അല്ലേ? അത് ഡെബിറ്റ് ചെയ്യാണ്, കൊടുക്കല്ല, തെറ്റിപ്പോയി, സോറി. കുറയ്ക്കാൻ വേണ്ടി, എന്താ വേണ്ടി? കുറയ്ക്കാൻ വേണ്ടി, കൊടുക്കല്ലോ, അല്ലല്ലോ. അപ്പോൾ ഈ എമൗണ്ട് ഇങ്ങനെ ആലോചിച്ചാൽ, ഈ എമൗണ്ട്, ഈ 1000 രൂപ SBIക്ക് എന്താണ്? ഇൻകമാണോ എക്സ്പെൻസാണോ? ഇൻകം. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച മക്കളെ? നമ്മളെ എന്ത് ചെയ്യുക? എടുക്കുക, കുറയ്ക്കുക എന്നല്ലേ? അപ്പോൾ ഇത് ആർക്ക് ഇൻകമാണ്? ഓക്കെ, ബാങ്ക് എന്താ എഴുതാം? ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതും? 1000 എഴുതും. മനസ്സിലായില്ല? ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? ഇവിടെ ബാങ്ക് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മളെ AWH എടുക്കുകയാണ്, ഇങ്കല്ല. AWHന് എന്താണത്? എക്സ്പെൻസ് ആണ്, ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇവർക്ക് ഇൻട്രസ്റ്റ് എന്താ? റിസീവ്ഡ്. ഓക്കെ അല്ലേ? ആരാണ് ഈ പൈസ തരേണ്ടത്? AWH. അപ്പോൾ അത് അസറ്റ് അല്ലേ? കിട്ടാനുള്ളതല്ലേ? ആ കിട്ടാനുള്ള ആളെ എന്ത് ചെയ്യാം? നമുക്ക് ഡെബിറ്റ് ചെയ്യാം. AWH അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? AWHൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയായിരുന്നു? 10,000 അല്ലേ? അപ്പോൾ വെറുതെ ഒന്നുകൂടെ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ അല്ലേ? അതിൽ ഏത് ബാലൻസാണ് ഇത്? ഡെബിറ്റ് അല്ലേ? അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് എഴുതണം? ടു ബാലൻസ് ബ്രോഡ് ഔട്ട്. എത്ര എമൗണ്ട്? 10,000 അല്ലേ? കൂടാതെ വീണ്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. എൻട്രി എന്താ? AWH അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. എമൗണ്ട് എത്രയാ? 1000. ബാലൻസ് ചെയ്തപ്പോൾ ഇവിടെ എത്ര വരും? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 11,000 അല്ലേ? ക്ലിയർ? ഈ 11,000 ഏത് ബാലൻസാണ് അവർക്ക്? ഡെബിറ്റ് ബാലൻസ്. ക്ലിയർ? എന്നാൽ ഇൻട്രസ്റ്റ് ലെസ് ഇതൊന്നും ആരറിഞ്ഞിട്ടില്ല? AWHൻ്റെ അക്കൗണ്ട് പ്രകാരം ഇപ്പം എത്രയാ ബാലൻസ് ഉള്ളത്? 10,000. കണ്ടില്ലേ? AWHൻ്റെ എമൗണ്ട് എത്രയാണ് ബാലൻസ് ഉള്ളത്? 10,000. ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇവിടെ എത്ര ബാലൻസ് ഉള്ളത്? 11,000. എത്ര രൂപ ഡിഫറൻസ് ഉണ്ട്? 1000 രൂപ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഡിഫറൻസ് കണ്ടാൽ മതി? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യട്ടെ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എവിടുന്നാ സ്റ്റാർട്ടിങ്? ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ശ്രദ്ധിച്ചോ. BRS. പക്ഷെ പ്രത്യേകത എന്താ? ബാലൻസ് പറയണം. ബാലൻസ് ആസ് പെർ ഏത് പ്രകാരം? ക്യാഷ് ബുക്കാണ്. പക്ഷെ നമ്മൾ കണ്ട ഹാപ്പി ആയിട്ടുള്ള സാധനമല്ല. എന്താ ഹാപ്പി എന്ന് പറഞ്ഞാൽ? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് നമുക്ക് തരാണ്ടാവുന്ന അസറ്റ് ആണെങ്കിൽ അതെന്താണ്? ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് തിരിച്ചാണ്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ക്രെഡിറ്റ് ബാലൻസ് എന്നോ അല്ലെങ്കിൽ എന്ത് പറയും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? എത്രയാണ് ആ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട്? ഇത് ഏത് പ്രകാരം? ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരമാണ്. നോക്കി പറയൂ. ക്യാഷ് ബുക്ക് പ്രകാരം എത്രയാണ്? 10,000. സിമ്പിൾ അല്ലേ? പക്ഷേ ബാങ്കിൽ പാസ്ബുക്ക് എടുത്തപ്പോണ്ട് അവർ പറഞ്ഞത് 11,000. അപ്പോൾ അക്കൗണ്ടൻറ്റ് പോയി തല്ലൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ എന്ത് പരിപാടിയാണ് പറയുന്നു? 10,000 അല്ലേ? ഞങ്ങൾ 60 ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ 70,000 റുപ്യ ഞങ്ങളിന്ന് മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? 10 അല്ലേ അന്ന് തരേണ്ടത്? അപ്പോൾ ഇവർ പറയുന്നത് 10 തരേണ്ടതാണ്, ഒരു കൊല്ലമായി 10,000 റുപ്യ, എന്തേ തരാഞ്ഞ്? അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാൽ ശരി. അപ്പം നോക്കി. അപ്പോൾ ആർക്ക് കാര്യം മനസ്സിലായി? അക്കൗണ്ടൻറ്റിന് കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഇതാക്കുക? നിങ്ങൾ ഈ 1000 രൂപ ഇതിൻ്റെ കൂടെ ആഡ് 11,000 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? ബാലൻസ് ഇവിടെ എന്ത് വരണം? ബാലൻസ് ആസ് പെർ ഏത് പ്രകാരം? പാസ്ബുക്ക്. എത്ര വരണം? 11,000 വരണ്ടേ? അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? 1000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണ്ടേ? അപ്പോൾ ഇതിന് ഞാനൊരു ട്രിക്ക് പറയട്ടെ. ആഡ് ചെയ്താലാണ് എന്ത് വരിക? ഇതെന്താ സിറ്റുവേഷൻ? എന്താ? ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ബൈ ആരാ? ബൈ ബാങ്ക് 1000 രൂപ. അപ്പം അല്ലേ 11,000 വരിക? ഇതിന് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് എനിക്ക് വളരെ സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ബാങ്ക് ഓഡാഫ്റ്റ് എന്നൊന്നും ആലോചിക്കണ്ട. ക്ലിയർ? ബാങ്ക് ഓഡാഫ്റ്റ് എന്നൊന്നും എന്ത് ചെയ്യണ്ട? ആലോചിക്കണ്ട. ഈ ഓപ്പണിങ് ഏതാണെന്ന് വിചാരിച്ചോളൂ. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 10,000 അങ്ങനെ വിചാരിച്ചാൽ ഉറപ്പല്ലേ? ബാങ്ക് ഓഡാഫ്റ്റ് ഒന്നുമില്ല. ഏത് ബാലൻസ് ആണെന്ന് വിചാരിച്ചോ? ഡെബിറ്റ് ബാലൻസ് ആയി ആസ് യൂഷ്വൽ നോർമൽ വിചാരിച്ചില്ലേ? എന്നിട്ട് കൈപിടി. എന്നിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ? ഇൻട്രസ്റ്റ് അവർ എവിടുന്ന് കുറച്ചു?
പാസ്ബുക്കിൽ നിന്ന് കുറച്ചു. പാസ്ബുക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കുറയ്ക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കുറയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്ത് എഴുതി വെക്കണം? മൈനസ് എന്ന് എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്താൽ മതി. ഇവിടെ ഇപ്പം എന്താവും? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് എന്താവും? ആഡ് ആവും. കിട്ടിയാ? എങ്കിൽ കിട്ടിയാ? അപ്പോൾ സാധാരണ ക്യാഷ് ബുക്ക് ചെയ്യുന്ന അതേപോലെ ചെയ്യാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കുക. അതിന് വേറെ കാണിയാ? ഒന്നുകൂടി പിടി. പാസ്ബുക്ക് അല്ലേ റേറ്റ്? ക്യാഷ് ബുക്ക് അല്ലേ റേറ്റ്? ലെഫ്റ്റ് ചെയ്ത പാസ്ബുക്ക്. അവരെത്ര കുറച്ചു? ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? കുറച്ചു. എത്ര കുറച്ചു? 1000 രൂപ കുറച്ചു. കുറയ്ക്കും പാസ്ബുക്കിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണ്ടേ? കുറയ്ക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്താൽ മതി? സാധാരണ പോലെ മൈനസ് പ്ലസ് ഒക്കെ എഴുതി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. ഇവിടെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആക്കുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന അങ്ങനെ കേട്ടോ. ഓക്കെ അല്ലേ? എൻ്റെ മുന്നിൽ എന്തില്ല? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇല്ല. പക്ഷെ നമുക്ക് ലോജിക്ക് വേണം. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇതാണ് ലോജിക്ക്. ക്ലിയർ അല്ലേ? എന്നാൽ മുന്നോട്ട് പോട്ടെ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യില്ല എന്നാ അല്ലേ? യെസ്. ഇത് ഞാൻ സമയം തരാം എഴുതാൻ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 DP ഏതാ? 4 വായിക്കും. ഫ്രം ദ ഫോളോയിങ് അസർട്ടൈൻ ദ ബാലൻസ് ആസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ പാസ്ബുക്ക് ഓഫ് ഹോളി അക്വ. ഇതിലെവിടെയോ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് നമ്പർ 1. അപ്പോൾ എന്താ അസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞ്? പാസ്ബുക്ക് ബാലൻസ് ആണ് കാണാൻ പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ പേരൊക്കെ ഹോളി അക്വ ഡ്രിങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് വൺ ഏതാ പറയും? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ഏതാണ്? ക്യാഷ് ബുക്ക്. അപ്പോൾ മാഷ് എന്ത് എഴുതി വെക്കും? BRS എന്ന് എഴുതി വെക്കും. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്താ പറയും? ബാലൻസ് ആസ് പെർ ഏതാണ്? അത് ആസ് പെർ ഏതാ? ക്യാഷ് ബുക്ക്. എത്ര എമൗണ്ട്? 54,000 എഴുതി. പ്രത്യേകം ബ്രാക്കറ്റിൽ എഴുതുന്നത് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അല്ലെങ്കിൽ ബാങ്ക് ഏതാണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്ലിയർ? ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണെന്ന് ആസ് യൂഷ്വൽ ആലോചിച്ചില്ലേ? കൂടുതൽ കൺഫ്യൂഷൻ ആവരുതേ. യെസ്, കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആവുന്ന സാധനമാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് വന്നാൽ. എന്തിന്? എൻ്റെ ആവശ്യമില്ല. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണ് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി. പിടിച്ചോ. ഫസ്റ്റ് ഐറ്റം വായിക്കും. ബാങ്ക് ചാർജ് 400 ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. അപ്പോൾ എവിടുന്ന് കുറച്ച്? പാസ്ബുക്കിൽ നിന്ന് കുറച്ച്. നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ തന്നെ എഴുതട്ടെ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ കളക്റ്റഡ് ബൈ ബാങ്ക് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. അങ്ങനെ പറഞ്ഞാൽ എന്താ പറയും? നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനി ഇവിടുത്തെ ഹോളി അക്വ എന്നുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്ന കമ്പനി 20,000 റുപ്യ ഏതൊരു ചാറ്റഡ് എന്ത് ചെയ്യാണ്? ഒരു ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ 20,000 റുപ്യ ഇൻട്രസ്റ്റ് കിട്ടി. എവിടേക്കാണ് വന്നത്? ബാങ്കിലേക്ക് ഡയറക്റ്റ് വന്ന് എവിടെ കൂടി? പാസ്ബുക്ക് കൂടി. നമ്മളിവിടെ എന്ത് ചെയ്യണം? കൂട്ടുക. ക്ലിയർ? അടുത്ത ഐറ്റം 4ാമത്തെ ഐറ്റം ചെക്ക് റിസീവ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് നോട്ട് ക്ലിയർഡ് ആണ്. ചെക്ക് റിസീവ് ചെയ്തപ്പോൾ തന്നെ പിടി. എവിടെ കൂട്ടി? നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത്? കൂട്ടി. ഓക്കെ അല്ലേ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഈക്വൽ ആവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. പിടി ഒന്നുകൂടെ പിടി. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? ചെക്ക് റിസീവ് ചെയ്തതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടി. എത്ര കൂടി? 40,000 കൂടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ക്യാഷ് ബുക്കിന് എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ക്യാഷ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ഈ വലത് കൈയെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോൺസ്റ്റൻ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്ന് ആഡ് ചെയ്തതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി പാസ്ബുക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പക്ഷെ അതിപ്പോൾ നോക്കണ്ട. അപ്പോൾ ക്യാഷ് ബുക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അടുത്തേതാ? ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് അവരെന്ത് ചെയ്യുക? കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1000 രൂപയുടെ എക്സാമ്പിൾ പോലെ പിടിക്കും. എവിടുന്ന് കുറയണം? ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? അല്ല, തെറ്റിപ്പോയി. പാസ്ബുക്കിൽ നിന്ന് 5000 രൂപ എന്ത് ചെയ്യും? കുറയും. ഓക്കെ അല്ലേ? അതോ അവർ എമൗണ്ട് എടുക്കും, ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നും ഇല്ല. ഡെബിറ്റാണ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് നിങ്ങൾ ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് വരെ ചെയ്യുക അല്ലല്ലോ, അങ്ങോട്ട് കൊടുക്കല്ലോ വേണ്ടി. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യും. കുറച്ചോ? നമ്മളിവിടെ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയ്ക്കണം. അടുത്തേതായിട്ടും ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്. ഇഷ്യൂ ചെയ്തപ്പോൾ തന്നെ പിടി. എവിടുന്ന് കുറച്ചു? ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചു. നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. ക്ലിയർ അല്ലേ? പക്ഷേ ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? ഇത് ഓവർഡ്രാഫ്റ്റ് ആണ്. എറേസർ എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, അത് ഫസ്റ്റത്തെ ഐറ്റം ഏതാണ്? ഇത് മൈനസ് അല്ലേ? അതെന്താക്കാം? പ്ലസ് ആക്കാം. ഇവിടെ എറേസർ വേണം. ഇത് പ്ലസ് അല്ലേ? അതെന്താക്കാം? മൈനസ് ആക്കാം.
പിന്നെ അടുത്ത് പ്ലസ് മൈനസ് എന്താക്കാം, പ്ലസ് ആക്കാം. മൈനസ് പ്ലസ് ആക്കാം എളുപ്പമാണ്. ഇവിടെ എന്താക്കാം, പ്ലസ് ആക്കാം. ലാസ്റ്റ് എന്താക്കാം, മൈനസ് ആക്കാം. ക്ലിയർ ആണോ? ഇനി ഒന്ന് കാൽക്കുലേറ്റർ കൂട്ടി കാണിച്ചുകൊണ്ട് എനിക്ക് ചെക്ക് ചെയ്യാനാണ്. 54,000 കാൽക്കുലേറ്ററിൽ എല്ലാവരും ചെയ്യുക. അവരവരെന്താ ചെയ്യും, നിങ്ങളെന്താ പലരും ചെയ്യാത്തത്? നമുക്കൊന്ന് ചെക്ക് ചെയ്യാനാണ് കറക്റ്റ് ആൻസർ കറക്റ്റ് അല്ലേന്നറിയാം. എത്ര വരും? 49,000. ഇതിനെന്താ വിളിക്കാം? ബാക്കി ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഏത് പാസ്ബുക്ക്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏതായിരുന്നു? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഏതായിരുന്നു? ക്യാഷ് ബുക്ക്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ഏതായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, നേരെ തിരിച്ചുണ്ടാവാം. ഓക്കെ അല്ലേ? അങ്ങനെ നേരെ തിരിച്ചുണ്ടാവുക. നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലേ, ഡിവിഡൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ, അത് ഡയറക്റ്റ് ചിലപ്പോൾ എവിടേക്ക് വരും? ബാങ്കിലേക്ക് വരും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മാറി എന്താവും? അസറ്റായി മാറും. മനസ്സിലായ? ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10,000 അല്ലേ ഓവർ ഡ്രാഫ്റ്റ്. ഒരു 30,000 രൂപ എവിടെ വന്നു? നമ്മുടെ ഡിവിഡൻഡ്, ഷെയറിൻ്റെ ഡിവിഡൻഡ് ബാങ്കിലേക്ക് വന്നാൽ അപ്പോൾ ബാലൻസ് മാറി. എത്രയായി? 20. 10 നമ്മൾ എന്ത് ചെയ്യാറ്? അങ്ങോട്ട് കൊടുക്കാനല്ലേ. 30 അവിടെ വന്നാൽ നമ്മൾ കൊടുക്കാനുള്ള 10 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പിടിച്ച് ബാക്കി 20 കൊണ്ട് തരണം പറയാം. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് എൻഡിങ് പോയിന്റും എന്താവണമെന്നില്ല? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് ആവണമെന്ന് ഇല്ല. മുന്നേ ആയിരിക്കും, പക്ഷേ ഈ പീരീഡിൽ അത് എന്തായി മാറും? മാറ്റങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്നത് കുറവാണ്. CA ഫൗണ്ടേഷനിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ അല്ലേ? ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ഈ നോട്ടൊക്കെ എന്ത് ചെയ്തോളൂ, എഴുതി വെച്ചോളൂ. ഞാൻ പറയണ്ട മക്കളെ. DP5 ഞാൻ പറയണോ? വേണ്ട. കാരണം ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, മുകളിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് പോയാൽ മതി. ഓക്കെ അല്ലേ? സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഏതിൽ സ്റ്റാർട്ട് ചെയ്യുക? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ഏതാണ്? പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എവിടെ എൻഡ് ചെയ്യുക? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൽ എൻഡ് ചെയ്യുക. അഥവാ 49,400 സ്റ്റാർട്ട് ചെയ്തിട്ട് 54,000 പോകാം. ഓക്കെ അല്ലേ? യെസ്.